നമസ്കാരം. നമസ്തേ. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആഭ്യന്തര വകുപ്പിന് പോലീസിന് മുഴുവനായിട്ടും കൈപ്പത്തിയിൽ ഒതുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിലൊരു കാഴ്ചപ്പാട് പൊതുവേ ഉണ്ട്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ, കെ.എസ്.യു നേതാക്കളെയൊക്കെ ആക്രമിച്ച കേസിൽ എന്താ പറയുക, രക്ഷാദൗത്യം എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോലും കൃത്യമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ അതിൽ ADGP അടക്കം പല നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതും, അതിന്റെ കേസ് ഡയറി മാറ്റിത്തിരുത്തലുകൾക്ക് അവരെല്ലാം പങ്കെടുത്തു, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചോദനം ഉണ്ടായി എന്നുള്ള തരത്തിലൊക്കെ പല താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ പറഞ്ഞ പോലെ SITക്ക് കാര്യങ്ങൾ കൊടുത്തു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല. മാത്രമല്ല, ED ആക്രമിച്ച കേസിൽ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് മുൻകൂട്ടി കാര്യങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പോയിട്ടും അദ്ദേഹം നിലപാടെടുത്തില്ല എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നായിരുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞത് അത്തരത്തിൽ അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആഭ്യന്തര വകുപ്പിനൊന്നും കിട്ടുന്നില്ല, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും കിട്ടുന്നില്ല. പക്ഷേ ജില്ലാ മേധാവിക്ക് കിട്ടിയിട്ടും ജില്ലാ പോലീസ് മേധാവി കൃത്യമായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളത് പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഭരണത്തിലേറി 2 മാസം തികയുമ്പോഴും പോലീസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ എന്തുകൊണ്ടായിരിക്കാം ഈ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത്? അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ശരിക്കും പോലീസാണ് ഒരു സർക്കാരിന്റെ മുഖം. പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും അധികം ഇന്ററാക്ട് ചെയ്യുന്ന സർക്കാരിന്റെ ഒരു വകുപ്പാണ് പോലീസ്. പോലീസ് വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു സർക്കാരിനെ സൽപ്പേരുണ്ടാക്കാം. പോലീസ് വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു സർക്കാരിനെ താഴെ ഇറക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള പോലീസിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കേണ്ടത്, സർക്കാരിന്റെ നയപരിപാടികളെ പോലീസ് പ്രതിഫലിപ്പിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും നിർണായക സ്ഥാനത്തിരിക്കുന്നവരും അതുപോലെ പോലീസിനെ ഭരിക്കുന്ന ബ്യൂറോക്രസിയും ഒക്കെയാണ്. പക്ഷെ അക്കാര്യത്തിൽ അവര് പരാജയപ്പെട്ടു എന്നുള്ളൊരു പരാതി ഇപ്പോൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫൗസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആലപ്പുഴയിൽ ഇപ്പോഴത്തെ MLA ആയ AD തോമസിന് നേരെ പണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് AD തോമസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഉണ്ടായ അതിക്രമം അതിൽ ഈ എന്താണ് കാര്യക്ഷമമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല പ്രാഥമികമായിട്ട്. അതായത് ആദ്യ റൗണ്ടിൽ സർക്കാർ പരാജയപ്പെട്ടെന്നോ നിസ്സംഗമാണെന്നോ അതല്ലെങ്കിൽ പ്രതിഭാഗം ചേർന്നോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തു നിന്നല്ല വരുന്നത്, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അത് വായിക്കുന്ന കേൾക്കുന്ന നമ്മൾക്കും അതിൽ കുറെ സത്യമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ഈ ഒരു വിഷയത്തിൽ ADGP അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് കൊടുത്ത SITയുടെ റിപ്പോർട്ട് അത് DGPയുടെ മേശപ്പുറത്ത് ഉറങ്ങുകയായിരുന്നു. നാളുകളോളം കഴിഞ്ഞിട്ടും അത് ഉണർന്നില്ല. അത് മന്ത്രിസഭയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് എത്തിയില്ല എന്ന് ഒരു വലിയ പരാതിയുണ്ട്. ചിലർ പറയുന്നത് മന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്ക് നടത്തുന്നു എന്നാണ്. അത് നമുക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ എങ്കിലും അതിന്റെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കു പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ എവിടെയോ ആരൊക്കെയോ അത് അട്ടിമറിച്ചതുപോലുള്ള ഒരു പ്രതീതിയുണ്ട്. അതല്ല എന്ന് തെളിയിക്കേണ്ടത് സർക്കാരാണ്. ഒന്നാമത്തെ വിഷയം. ഇനി സംസ്ഥാനത്ത് പല ഭാഗത്തും പല രീതിയിലുമുള്ള ഒരു നീതി നിഷേധമോ നിയമ നിഷേധമോ ഒക്കെ നടക്കുമ്പോൾ പോലീസിന്റെ ഇടപെടലുകൾ വേണ്ടത്ര കാര്യക്ഷമോ അല്ല എന്ന് വലിയ പരാതിയുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടില് നടന്ന, അതായത് അദ്ദേഹത്തിന്റെ മകള് ഉൾപ്പെടുന്ന അഴിമതി കേസിന്റെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കിടെ ഉണ്ടായ അതിക്രമങ്ങൾ, അത് പോലീസിന് സാധാരണഗതിയിൽ ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം CPMകാർ ഇങ്ങനെയൊക്കെ അതിക്രമം നടത്തുന്നത്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടാൽ അറിയാം. തിരുവനന്തപുരം നഗരത്തിലെ CPMന്റെ ഇത്തരം കോലാഹലം സൃഷ്ടിക്കുന്ന കലാപം സൃഷ്ടിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ തന്നെ ഏതൊരു കുട്ടിക്കും അറിയാം. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനാണല്ലോ സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ ഉള്ളത്. അപ്പോ ഈ IB പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അതിൽ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാര്യക്ഷമതയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ട്. അല്ലെങ്കിൽ ആരൊക്കെയോ അത് അട്ടിമറിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്ത് നിരവധി ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്തൊരു സംഭവം, ഈ അടുത്ത കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താനെത്തിയ അവിടെ
പ്രാർത്ഥിക്കാനെത്തിയ ഒരു വൃദ്ധയെ ഒരു അക്രമി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിട്ട് അവരെ കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ അയാൾ തട്ടിയെടുത്ത് വിൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഈ കടക്കാരൻ പോലീസിനെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ ഒരാളുടെ സഹായം തേടി, ഈ അക്രമി. ആ സഹായം തേടിയ വ്യക്തി പോലീസിനെ അറിയിച്ചുകൊണ്ട് മാത്രം പുറത്തു വന്ന ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പുറത്തു വന്നിട്ടും പോലീസ് അവിടെ ചെയ്ത ഒരു പണി എന്ന് പറയുന്നത്, ഈ കുറ്റവാളി ആ സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ കുറ്റസമ്മത മൊഴിയുടെ വീഡിയോ പുറത്തുവിട്ടു. പോലീസ് തന്നെ ആവാനാണ് പുറത്തുവിട്ട സാധ്യത, അല്ലാതെ ആരാണ് ഈ കുറ്റസമ്മത മൊഴി പുറത്തുവിടുന്നത്? പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു പ്രതി പോലീസിന് മുമ്പാകെ നടത്തുന്ന കുറ്റസമ്മത മൊഴി പുറത്തുവിടുന്നത് പോലീസ് തന്നെ ആയിരിക്കണം. എന്താണ് അതിന്റെ ലക്ഷ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രതി ആരോടോ പിന്നെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവര് വന്ന് പോലീസിനെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഇത് കൊലപാതകമാണെന്ന് പോലും അറിയില്ല. അതായത് ഈ ശവം ഏതോ കിണറ്റിൽ നിന്നും വീണ്ടെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഇതിൽ ലൈംഗിക അതിക്രമം ഈ സ്ത്രീക്ക് മേൽ ഉണ്ടായതും അതുപോലെ ഇവരുടെ ദേഹത്തുള്ള മുറിവുകളും, സാധാരണഗതിയിൽ പരിചയസമ്പന്നനായ ഒരു പോലീസുകാരനെ ഒരു മൃതശരീരം കണ്ടാൽ അതിലെ പരിക്കുകൾ കണ്ടാൽ അവർ ഒറ്റയടിക്ക് അവർ പറയും. അതിന് പോയിട്ട് പാഴൂർ പടിപ്പര പോയി പ്രശ്നം വെക്കുമെന്നും വേണ്ട, ജ്യോതിഷത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ പോലീസിന്റെ ഒരു അനാസ്ഥയല്ലേ അവിടെ പുറത്തു വന്നത്. ഇങ്ങനെ പല സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനിടയ്ക്കാണ് ഈ ആവശ്യമില്ലാത്ത സുകുമാരക്കുറുപ്പിനെ പിടിക്കാനുള്ള മിഷൻ സുകുമാരക്കുറുപ്പും ഒക്കെ ആയിട്ട് വരുന്നത്. ഈ 40 കൊല്ലം മുമ്പ് നടന്ന സംഭവമല്ല നമ്മുടെ മുമ്പിലുള്ളത്. വർത്തമാനകാലത്ത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന അതിക്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളിലും ഒക്കെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് അത് വലിയ നാണക്കേടാകും. 40 കൊല്ലം മുമ്പ് നടന്ന സംഭവം അത് കണ്ടെത്തിയില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അതിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആരാണ് അദ്ദേഹത്തെ വഴിതെറ്റിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നിശ്ചയമായിട്ടും സർക്കാർ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം പൊതു ഇടത്തിലെ ചർച്ചകളിൽ നിന്നും വാർത്തകളിൽ നിന്നും നമുക്ക് വ്യത്യസ്തമാകുന്നത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കേരള പോലീസ് വീണ്ടും രാഷ്ട്രീയവൽകൃതമായിട്ട് തുടരുന്നു. അവിടെ കാര്യമായ വ്യത്യാസങ്ങൾ ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അധിക നാളൊന്നും ആയില്ല പുതിയ മന്ത്രിസഭ അധികാരത്തിൽ എത്തിയിട്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ കൂടി ഇത്തരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക്, അതുപോലെ പിന്നെ വസ്തുതകളെ വേണ്ട രീതിയിൽ ഗ്രഹിക്കാതെ തള്ളിക്കളയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണമാറ്റം ഉണ്ടായി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് അവരിൽ പലർക്കും ആവശ്യമുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇതൊക്കെ നൽകുന്നത്. ഇപ്പൊ കേരളത്തിൽ പലയിടത്തായിട്ടും അക്രമ സംഭവങ്ങൾ വീണ്ടും നടക്കുകയാണ്. പലയിടത്ത് ഞാൻ ഓരോ ദിവസവും മാധ്യമങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടൽ തല്ലി തകർത്ത വാർത്തകൾ, അതുപോലെ പിന്നെ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് മറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അതിക്രമങ്ങൾ നടത്തുന്ന വാർത്തകൾ, ഇതൊക്കെ പഴയതുപോലെ ഇപ്പോഴും തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാനൊക്കെ എത്രത്തോളം ശക്തമായി. താഴെത്തട്ടിലുള്ള ക്യാരിയർമാരെ മാത്രമാണോ അറസ്റ്റ് ചെയ്തത്? ആരാണ് കേരളത്തിൽ ഈ കച്ചവടം നിയന്ത്രിക്കുന്നത്? ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും ആസൂത്രിതമായിട്ട്, ഏറ്റവും കേന്ദ്രീകൃതമായിട്ട് നടക്കുന്ന ഒരു കള്ളക്കച്ചവടമാണ് ഈ ഡ്രഗ് ട്രാഫിക്കിങ്. ഇതിൽ വളരെ കൃത്യമായി ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? നമ്മളറിയാത്ത, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന, മാന്യനായിട്ട് ജീവിക്കുന്ന ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരിക്കും ഇതിന്റെ ഈ മാഫിയ തലവൻ. ഒന്നല്ലെങ്കിൽ 2 or 3 പേര് കാണും, അതിൽ കൂടുതൽ കാണില്ല. അപ്പോ ഇവരെ ഒന്നും ഐഡന്റിഫൈ ചെയ്ത്, ഇവരെ ഒന്നും പേരെടുത്ത് പറഞ്ഞ്, ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ ഒരു കാരണവശാലും കേരളത്തിലെ ഈ മയക്കുമരുന്ന് ലോബിയെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യയിലെ പിണറായി വിജയന്റെ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് റിലേറ്റഡ് കേസുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. ഇത് ഒറ്റയടിക്ക് മാറിയതല്ല, വളരെ സാവകാശം പതുക്കെ ആ രീതിയിലേക്ക് എത്തിയതാണ് 10 കൊല്ലം കൊണ്ട്. പഞ്ചാബിലും ആസാമിലും ബംഗാളിലും ഒക്കെ മയക്കുമരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെയുള്ള മയക്കുമരുന്ന് അവിടെ എത്തും എന്നുള്ളതിന് ഒരു ന്യായമുണ്ട്. ഇങ്ങനെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ മയക്കുമരുന്ന് എത്തണമെങ്കിൽ അതിന് രാഷ്ട്രീയ പിന്തുണ ഉണ്ടായിരിക്കണം, അതിന് തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണ ഉണ്ടായിരിക്കണം, അതിന് ആ വരുന്ന പണം എങ്ങനെ ഉപയോഗിക്കുന്നു
അതായത് ഇത് ബാങ്ക് വഴിയല്ല ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ഇത് ഹവാല വഴിയും അതായത് കുഴൽപ്പണം വഴിയും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി അന്താരാഷ്ട്ര തലത്തിൽ എത്തുമ്പോഴത്തേക്ക് അത് ക്രിപ്റ്റോ കറൻസി ആവുന്നു. അതൊക്കെ വഴി നടക്കുന്ന ഇടപാടാണ്. അപ്പൊ അത്തരം ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇതിന് സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത്. മയക്കുമരുന്നിന്റെ ലാഭം പലപ്പോഴും സ്വർണത്തിലേക്കാണ് എത്തുന്നതെന്നൊക്കെ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്നെ പത്രസമ്മേളനങ്ങളുണ്ട്. ശ്രീലങ്കൻ പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണേഷ്യയിൽ നടക്കുന്ന മുഴുവൻ ഈ മയക്കുമരുന്ന് വ്യാപാരം, അതിലെ പ്രൊസീഡിങ്സ് പോകുന്നത് തീവ്രവാദത്തിലേക്കും അതുപോലെ സ്വർണ്ണ കള്ളക്കടത്തിലേക്കുമാണെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതൊന്നും ഇല്ലാതെ വെറുതെ പിന്നെ റോഡിൽ കൂടെ നടക്കുന്ന 4 പേരെ പിടിച്ച് 50 ഗ്രാം കഞ്ചാവും അല്ലെങ്കിൽ കഞ്ചാവ് 50 കിലോ പിടിച്ചാലും അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ പിടിച്ചിട്ട് നമ്മുടെ കണ്ണി പൊടിയിടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത്. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്, ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങളാണ്. എന്തായാലും ശരി, ഇത് കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അത് കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നു പോലീസ് സേനയുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യത്യാസം വരേണ്ടതുണ്ട്. നിരപരാധികളെ കുരുക്കാതെ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തുകയും ഈ പോലീസ് എന്നത് ചുമ്മാ റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ വിരട്ടുകയല്ലാതെ ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലൂടെ സീരിയസ് ആയിട്ടുള്ള ക്രൈം നടത്തിയ ആൾക്കാരുടെ പുറകെ പോലീസ് പോവുകയും ചെയ്യും. അല്ലാതെ ഹെൽമെറ്റ് ഇല്ലാതെ പോയ ഒരാളുടെ പുറകെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ റോഡിൽ നിന്ന് വാഹനങ്ങൾക്ക് കൈ കാണിക്കുക, അത്തരം കാര്യങ്ങളൊന്നും വികസിത രാജ്യങ്ങളിലൊന്നും നടക്കില്ല. കേരളം പിന്നെ അമേരിക്കയോടും യൂറോപ്പിനോടും ഒപ്പമാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇത്തരം നിയമ സംവിധാനവും ആ ലെവലിലേക്ക് വരണം. വിദേശത്തു നിന്നുള്ള റെമിറ്റൻസ് കാരണം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും കിട്ടുമെന്നും നമ്മൾ പണ്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന പഴങ്കഞ്ഞി കുടിച്ച സ്ഥാനത്ത് ഇപ്പൊ നൂഡിൽസും അതുപോലെ തന്നെ ചിക്കൻ 65 കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പുരോഗതി വരുന്നില്ല. പുരോഗതി വരണമെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ, സർക്കാരിന്റെ സംവിധാനങ്ങൾ അതനുസരിച്ച് മാറണം. ഇക്കാര്യത്തിൽ വലിയ പരാതി കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വരികയാണ്. ഇപ്പം ആലപ്പുഴയിലെ ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയല്ലോ. അവര് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കോടതി വന്നപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. പ്രോസിക്യൂഷന്റെ പരാജയമായിട്ടാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ പ്രോസിക്യൂഷൻ കോടതിയിൽ വന്ന് തിരിച്ചു മൊഴി കൊടുത്തെങ്കിൽ ഒന്നുകിൽ പ്രോസിക്യൂഷനെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയില്ല, അതല്ലെങ്കിൽ പ്രോസിക്യൂട്ടറും സർക്കാരും ചേർന്ന് എന്തോ ഒത്തുകളി അന്തർധാരകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഗീനാകുമാരി എന്ന പ്രോസിക്യൂട്ടറും ഇതേ രീതിയിൽ കോടതിയിൽ വന്നിട്ട് പോലീസ് റിപ്പോർട്ടിന് എതിരായിട്ട് മൊഴി കൊടുത്തു. ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി. എന്തായാലും പിന്നീട് അവർക്കെതിരെ നടപടിയെടുത്തു. അപ്പോൾ സംവിധാനത്തിന്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഇടത് ശക്തികൾ ഇപ്പോഴും അവര് ഭരണത്തെ നിയന്ത്രിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിന് മനസ്സിലാകുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലീസിൽ അച്ചടക്കം ഇല്ലാതായി എന്നുള്ളതാണ്. അതായത് SP പറഞ്ഞാൽ പോലും താഴെ തട്ടിലുള്ള പല SI ഒന്നും കേൾക്കുന്നില്ല എന്ന് പോലും പരാതി, വളരെ ഗൗരവമായ പരാതിയാണ്. അതുപോലെ തന്നെ DYSP ഓരോ സാമ്രാജ്യങ്ങളായിട്ട് മാറി എന്നുള്ള പരാതിയുണ്ട് പലയിടത്തും. ഈ പോലീസിന്റെ മൊത്തത്തിലുള്ള അച്ചടക്കത്തില് ഒരു വലിയ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കേരള പോലീസ്. ഓരോ പോലീസുകാരനും ഓരോ സാമ്രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊച്ചിയിലെ ഒരു സ്ഥലത്ത് റെയ്ഡിന് ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തിരുമല കേന്ദ്രത്തിൽ നിന്ന് ഒരു പോലീസുകാരന്റെ പണം മുഴുവൻ തട്ടിപ്പറിച്ച സംഭവം ഉണ്ടായി. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയപ്പോൾ അത് നടത്തുന്ന ആള് വേറൊരു സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആണെന്ന് മനസ്സിലായി. അപ്പം ഇങ്ങനെയുള്ള അഴിമതി നെക്സസ്, ദൂഷിത വലയം കേരള പോലീസിൽ നിലനിൽക്കുന്നു. ഒറ്റയടിക്കൊന്നും ഇതൊന്നും മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് അത്തരക്കാരിൽ ചിലരെയെങ്കിലും പിടികൂടി മാതൃകാപരമായിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ ആർക്കും പേടിയുണ്ടാവില്ല. പോലീസ് വീണ്ടും പഴയതുപോലെ തന്നെ പോവും. അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് പ്രാഥമികമായിട്ടും ആഭ്യന്തരമന്ത്രിക്ക് തന്നെ ആയിരിക്കും, അതുപോലെ സർക്കാരിനുമായിരിക്കും. 10 കൊല്ലം വെളിയിൽ നിന്ന് ഗതിയില്ലാതെ നിന്ന് വീണ്ടും ഭരണത്തിൽ കയറിയപ്പോൾ തീർച്ചയായിട്ടും ആ ഭരണം നിലനിർത്തേണ്ട ബാധ്യത ആ ഭരിക്കുന്ന ആൾക്കാർക്കുണ്ട്. അത് പൊതുജനത്തിനില്ല. പൊതുജനം ഇവർ മോശമാണെന്ന് കണ്ടാൽ പൊതുജനം അടുത്ത ഇലക്ഷനിൽ മറ്റാരെങ്കിലും വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കും. വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുന്നില്ല കോൺഗ്രസിനെങ്കിൽ, അല്ലെങ്കിൽ ഇപ്രാവശ്യം കിട്ടിയതുപോലെ 18ഉം 19 സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെ വലിയൊരു കരിനിഴൽ അത് വീഴ്ത്തും.
കോൺഗ്രസിലെ അടങ്ങിക്കിടക്കുന്ന ഗ്രൂപ്പ് വഴക്കുകൾ വീണ്ടും തലപൊക്കും. എന്തായാലും ശരി, സർക്കാർ വേണ്ട രീതിയിൽ ഇതിനകത്തിലൊക്കെ ഇടപെട്ട് മാറ്റങ്ങളുടെ ഒരു സൂചനയെങ്കിലും പുറത്തുവിടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.